ഹർജി കോടതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരിക്കുന്നു. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2:30-ക്ക് പുറത്തുവിടുന്നതിനെ തടയാൻ ഇനി യാതൊന്നുമില്ല. റിപ്പോർട്ടിന് സ്റ്റേ ഇല്ല. ആ റിപ്പോർട്ട് പുറത്തു വരും. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സജിമോഹൻ പാറയിൽ പോലും പ്രതികരിക്കുന്നത് ഞങ്ങൾ നിയമപരിരക്ഷ ഉറപ്പുവരുത്തണം എന്നാണ് അവകാശപ്പെടുന്നത്. അതല്ലാതെ ഈ റിപ്പോർട്ടിന് വിരുദ്ധമായിട്ട് നിൽക്കുകയല്ല എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും എന്തിനാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയാൻ ഹർജി കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യം പല ഭാഗത്തുനിന്ന് വരുന്നു. 233 പേജ് ഉള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന, ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കപ്പെടും എന്നുള്ള നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് അതിലുണ്ടാകില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കും. 165 തൊട്ട് 196 വരെയുള്ള പേജുകളിലും ചില പാരഗ്രാഫുകൾ ഒഴിവാക്കും. ആ രീതിയിലാണ് ഈ റിപ്പോർട്ട് പുറത്ത് വരുന്നത്. ഇനി കാണാനുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ റിപ്പോർട്ടിന്റെ കോപ്പി മാധ്യമ പ്രവർത്തകരടക്കമുള്ള 5ഓളം പേർക്ക് നൽകും. റിപ്പോർട്ടിൽ എന്താണ് ഉള്ളത് എന്നുള്ള വിവരം അറിയാൻ ഇനി അല്പം സമയം മാത്രമാണ് ബാക്കി. 15 മിനിറ്റ് പോലും കൃത്യം ബാക്കി ഇല്ല. നവമി ദിനേശിലേക്ക് പോകാം എന്ന് കരുതുന്നു. നവമി, രഞ്ജിനിയുടെ ഹർജി തള്ളിയിരിക്കുന്നു. അതായത് നിയമപരമായി കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. ഇനി അതിൽ വേറെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല.